പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം ആർക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്, ഏതൊക്കെ ഉൽപ്പന്നങ്ങൾക്ക് വില കുറയും, എന്തൊക്കെയാണ് ആശങ്കകൾ, അത് നമുക്ക് വിശദമായി തന്നെ പരിശോധിച്ചു നോക്കൂ. വ്യാപാര കരാറിൽ ഇന്ത്യക്ക് ആശ്വാസമാണ് ഉണ്ടാകാൻ പോകുന്നത്. താരിഫ് യുദ്ധത്തിന് പിന്നാലെ ഓരോ രാജ്യങ്ങൾക്കുമുള്ള നികുതി തീരുവ എത്രയാണെന്ന് നമുക്ക് നോക്കിയാൽ ചൈനയ്ക്ക് 34%, ദക്ഷിണ കൊറിയയ്ക്ക് 25%, വിയറ്റ്നാമിന് 20%ആണെന്ന് കാണാം. ചൈനയ്ക്കാണ് ഏറ്റവും കൂടുതൽ തീരുവയുള്ളത്. ഇന്തോനേഷ്യ, കംബോഡിയ, തായ്ലൻഡ്, മലേഷ്യ എന്നീ രാജ്യങ്ങൾക്ക് 19%. ഏറ്റവും കുറവ് ഈ കരാറിലൂടെ ഇന്ത്യക്കായി മാറുന്നു. 18% തീരുവയാണ് ഇന്ത്യക്കാകെ ചുമത്താൻ പോകുന്നത് അമേരിക്ക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 25% തീരുവ റഷ്യൻ എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിൽ ഇന്ത്യക്ക് മേൽ ചുമത്തിയ 25% തീരുവ കൂടി റദ്ദാക്കപ്പെടുന്നു എന്നതാണ്. ഏതൊക്കെ മേഖലകൾക്ക് ഇതിന്റെ ഗുണം ലഭിക്കുമെന്ന് നോക്കിയാൽ ലെതർ ഉൽപ്പന്നങ്ങൾക്കും ചെരുപ്പുകൾക്കുമാണ് പ്രധാനമായും ഗുണം ലഭിക്കുക. തുണിത്തരങ്ങൾ, പ്ലാസ്റ്റിക്, റബ്ബർ ഉൽപ്പന്നങ്ങൾ, ജൈവ മരുന്നുകൾ, മറ്റ് രാസവസ്തുക്കൾ എന്നിവയുടെ എല്ലാം വില കുറയുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം ജനറിക് മരുന്നുകൾ, മുത്തുകൾ, ഡയമണ്ട്, വിമാനങ്ങളുടെ സ്പെയർ പാർട്സ്, തേയില, കോഫി, പഴവർഗ്ഗങ്ങൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ എന്നിവയ്ക്കൊക്കെ അമേരിക്കയുടെ തീരുവ 0 സാധ്യതയുണ്ട്. അതാണ് കാർഷിക മേഖലയ്ക്ക് ഗുണകരമാകുമെന്ന് പറയുന്നത്. ഈ പഴവർഗ്ഗങ്ങളുടെ ഉൾപ്പെടെ വില കുറയും എന്നതുകൊണ്ടാണ്. നിർമ്മാണ മേഖലയ്ക്കും ആശ്വാസമാണ് ഉണ്ടാകാൻ പോകുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആധുനിക യന്ത്രങ്ങൾ ഇറക്കുമതി ചെയ്യാനാകും. ആരോഗ്യ ഉപകരണങ്ങൾ, സെമി കണ്ടക്ടർ, ഹാർഡ്വെയർ ഉൽപ്പന്നങ്ങളൊക്കെ തന്നെയും കൃത്യമായും തീരുവ കുറച്ചുകൊണ്ട് എത്തിക്കാനാവും. സാങ്കേതിക വിദ്യയാണെങ്കിൽ AI ഹാർഡ്വെയർ മേഖലയ്ക്ക് ഗുണം ചെയ്യുമെന്നാണ് ഈ കരാറിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാർഷിക മേഖലയെ സംരക്ഷിക്കുമെന്ന് കൂടിയാണ് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയമായാലും വാണിജ്യകാര്യ മന്ത്രാലയമായാലും ഒക്കെ പറയുന്നത്. പീയൂഷ് ഗോയലിന്റെ വാർത്താ സമ്മേളനത്തിലും അതാണ് പറയുന്നത്. പക്ഷേ കാർഷിക മേഖലയ്ക്ക് ആശങ്ക മാറുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കയറ്റുമതി ചെയ്യുന്ന കാർഷിക വിളകൾക്ക് 18% തീരുവയുണ്ട്. അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ധാന്യങ്ങളും ചോളങ്ങളും പഴവർഗ്ഗങ്ങളും ഉൾപ്പെടെയുള്ള കാർഷിക വിളകൾക്ക് പക്ഷേ തീരുവയുണ്ടാകില്ല. അത് 0 ആണ് അതിന്റെ തീരുവ എന്നതാണ്. നോക്കൂ, ജനുവരിയിൽ മാത്രം 22 കർഷകർ ആത്മഹത്യ ചെയ്തു എന്ന് പറയുമ്പോൾ ഈ കരാറിന് പിന്നാലെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന ആശങ്കയാണ് രേഖപ്പെടുത്തുന്നത്. ഏതായാലും